പിണറായിയുടെ ധൂർത്തും മാറാത്ത ശൈലിയുമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തോൽവി ലഭിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോഴും അത് പറയാത്തത് സഹാക്കൾ മാത്രമാണ്. ഇപ്പോൾ സഹാക്കളും അത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് വിമർശനങ്ങൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കണ്ണൂരുമൊക്കെ പിണറായിക്കെതിരെ വലിയ രൂക്ഷ വിമർശനങ്ങളാണ്. പിണറായിയുടെ ധാർഷ്ട്യത്തിനും ഈ ശൈലി മാറ്റാത്ത കാര്യങ്ങൾക്കുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി സംഭവിച്ചത് എന്ന് സഹാക്കൾ തന്നെ പറയുന്നത്. മുസ്ലിം പ്രീണനം വിജയ ഫോർമുലയാക്കി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ വിജയിക്കാം എന്ന് കരുതിയ പിണറായിക്കാണ് സത്യത്തിൽ അടിപറ്റിയത്. അവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു പിണറായി കൂടെ ഉണ്ടെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പിണറായിയുടെ ഈ ധാർഷ്ട്യം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള ജയം ഉറപ്പാക്കിയത്. എന്തായാലും ഇതിനു മുൻപ് തന്നെ പിണറായിക്കെതിരെയും സഹാക്കന്മാർക്കെതിരെയും തുറന്നടിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. പലരെയും ശബ്ദരേഖ മലയാളി വാർത്ത തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ശബ്ദരേഖയാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. എണ്ണി ആർഎസ്എസ്കാർ പ്രതികളായിട്ടുള്ള കേസുകളെ വ്യക്തമായിട്ടുള്ള കണക്ക് റൈറ്റപ്പ് ഗ്രൂപ്പിൽ എന്നിട്ട് വെല്ലുവിളിച്ച ഗ്രൂപ്പിൽ ആണായിട്ട് പറഞ്ഞ ഒറ്റ സഖാക്കളും പറഞ്ഞിട്ടില്ല. ഇനി ഈ ഗ്രൂപ്പില് ഏതെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ 8 കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുന്നത്. ഈ 8 കൊല്ലത്തിനിടക്ക് പിണറായി വിജയന്റെ ഭരണത്തിൽ ഡയലോഗ് അല്ലാതെ പ്രായോഗികമായിട്ട് ആർഎസ്എസ്കാരന് നടത്തിയ ഒരു തോന്നിവാസത്തിന് തെളിവുകൾ ശേഖരിച്ചിട്ട് അവർ ശിക്ഷമായി കൊടുത്ത് തെളിയിക്കാൻ പറ്റിയ ആണായിട്ട് പറഞ്ഞ സഖാക്കൾ ഈ ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത വോയിസിൽ വാ. ഏതെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ എത്ര കേസുകൾ ഞങ്ങള് 5 പ്രവർത്തകന്മാരെ കൊലപാതക കേസിൽ വരെ തെളിവുകളില്ലാൻ പറഞ്ഞ ആർഎസ്എസ്കാരന്റെ പ്രതികൾ ഇപ്പം പുറത്ത് കിടക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ബോംബറിന്റെ കേസിലെ പ്രതികൾ നിങ്ങൾ പിടിച്ചോ? ശംസീറിന്റെ വീടാക്രമിച്ച കേസിലെ പ്രതികൾ നിങ്ങൾ തെളിവുണ്ടായിരുന്നോ? മോഹൻമാഷെ കൊല്ലാനാണ് ബോംബറിഞ്ഞെന്ന് പറഞ്ഞത് പിണറായി വിജയൻ, നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ? സുരേന്ദ്രന്റെ കൊള്ളപ്പണത്തെ കുറിച്ച് ദേശാഭിമാനിയും കൈരളിയും ദിവസങ്ങളോളം ലേഖനമായിട്ട് പരമ്പരയായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചെടുത്താണ്. അയാളെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനും നിങ്ങൾക്ക് തെളിവുണ്ടായിരുന്നോ? ശശികലന്റെ പേരിൽ UAP ആയിട്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ തെളിവുണ്ടായിരുന്നോ? രാജീവ്ചന്ദ്രന്റെ പേരിൽ കഴിഞ്ഞ മാസം കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ വർഗീയത പ്രചരിപ്പിച്ച് കേസെടുത്തിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ തെളിവുണ്ടായിരുന്നോ? അനിൽ ആന്റണിന്റെ പേരിൽ കേസെടുക്കാൻ നിങ്ങൾ തെളിവുണ്ടായിരുന്നോ? 2 കള്ളത്തോക്കുമായിട്ട് പിടിച്ച യുവമോർച്ച നേതാവിന്റെ പേരിൽ കേസെടുക്കാൻ തെളിവുണ്ടായിരുന്നോ? പാലത്തായിലെ പീഡന കേസിലെ പ്രതിനെ പിടിക്കാൻ നിങ്ങൾ കയ്യിൽ തെളിവുണ്ടായിരുന്നോ? സഖാക്കൾ എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ആർഎസ്എസ് നടത്തിയ ഏത് പരിപാടിയിലാണ് നിങ്ങൾ തെളിവുണ്ടായിരുന്നത്? അതൊക്കെ പോട്ടെ. ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ആർഎസ്എസ് വെറുതെ വിട്ടില്ലേ? നിങ്ങൾ കയ്യിൽ തെളിവുണ്ടായിരുന്നോ? ഇതൊക്കെ മനസ്സിലാക്കാൻ അരിയാറ് കഴിക്കുന്ന ആളുകളുണ്ട്. ആർഎസ്എസിന് പിടിപണി ചെയ്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു സംസ്ഥാനത്തെ ഭരണം നിലനിർത്താൻ വേണ്ടി ഉളുപ്പില്ലാണ്ട് ആർഎസ്എസിന്റെ ചെരുപ്പ് നക്കിയിട്ട് മുന്നോട്ട് പോവുക. എനിക്ക് നാണവും മാനവും ഇല്ലാണ്ട് ന്യായീകരിക്കാൻ വരിക സഹാക്കന്മാര്. എന്തായാലും ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ അത്രമാത്രം അവർ പിണറായിയെ സഹിച്ച് മടുത്തതിന്റെ തെളിവാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ KK ശൈലജ എന്നതിനപ്പുറം ഒരു പേര് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. KK ശൈലജയെ ഒതുക്കാനായി വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ പാർട്ടിക്കുള്ളിൽ പിണറായിയും ചില സഹാക്കളും, അതായത് ശൈലജയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ചില സഹാക്കളും നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വടകരയിൽ ശൈലജയെ നിർത്തിക്കൊണ്ട് അവരെ ഏതൊക്കെ തരത്തിൽ തകർക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ തോൽപ്പിക്കാനായി സഹാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാഫി പറമ്പലിന്റെ വലിയ വിജയം അവിടെ തുറന്നു കാട്ടുന്നത്. റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ പിണറായി നടത്തിയിരുന്നു. വലിയ മുതിർന്ന നേതാക്കളെയും പാർട്ടിക്ക് വേണ്ടി ജീവിതവും സമയവും ഒക്കെ ഒഴിഞ്ഞുവെച്ച നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് റിയാസിനെ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവന്നതും റിയാസിന് ഒരു പദവി കൊടുത്ത്, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കിയതും മകളുടെ ഭർത്താവിനെ വാഴിക്കുന്നതും. റിയാസിനെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കാൻ സഹാക്കൾ സമ്മതിക്കില്ല. പല നല്ല സഹാക്കൾക്കും പല നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർക്കുന്ന പലർക്കും ഇപ്പോഴും ശൈലജ ടീച്ചർ തന്നെയാണ് പിണറായി ഇല്ലെങ്കിൽ ഭരിക്കാൻ ആര് എന്നുള്ളതിന്റെ ഒരു വലിയ ഉത്തരം KK ശൈലജ തന്നെയാണ്. ശൈലജ ടീച്ചറിന്റെ കൃത്യമായ മികവ്, ആരോഗ്യ മേഖലയിൽ നൽകിയ സംഭാവന, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, ജനങ്ങളോട് ഏത് വിധത്തിൽ സംസാരിക്കണം, ഏത് വിധത്തിൽ പെരുമാറണം, അവരുടെ ആവശ്യങ്ങൾ ഏത് വിധത്തിൽ നിറവേറ്റണം എന്ന കൃത്യമായി അറിയാവുന്ന ഒരു നേതാവാണ് KK ശൈലജ ടീച്ചർ. എന്തായാലും തൃശ്ശൂരിൽ BJP ജയിപ്പിച്ചത് പിണറായിയും EP ജയരാജനും കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ
ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കർ തന്നെ കണ്ടു എന്ന് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ തുറന്നടിച്ചത്. അത് പിണറായിയോടുള്ള ദേഷ്യം കൂടി EP ജയരാജനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുകയാണ്. പിണറായിയുടെ കസേര തെറിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കേരളത്തിലെ ജനങ്ങൾ ആ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വെറുക്കപ്പെട്ടവരായ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഇനി വേണ്ട. ജനങ്ങളോട് സംസാരിക്കാനോ പെരുമാറാനോ അറിയാത്ത ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് പിണറായിക്ക് ബദലായി അണികളൊക്കെ കട്ട കലിപ്പിൽ നിൽക്കുമ്പോൾ പിണറായിക്ക് ബദലായി KK ശൈലജ സ്ഥാനത്തേക്ക് വരുമോ? അത് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്.